ഹലോ. അപ്പം നമ്മളെ തേർഡ് ഡേ ആണ് ഇന്ന് എഡിൻബറയിലെ തേർഡ് ഡേ. ഇഷല് ഓക്കെ അല്ലേ? ഇഷലെ കാലുവേദനയൊക്കെ മാറി നീക്കിന്. ഇഷല് 4 ദിവസമായിട്ട് റൂമിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മളെ ഈ എഡിൻബറയിലുള്ള മെയിനായിട്ടുള്ള സ്ഥലം വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഗ്ലെൻഫിനാനില്ലേ, അതായത് നമ്മൾ ഹാരി പോട്ടറിൻ്റെ ആ ബ്രിഡ്ജ് സ്റ്റീം എൻജിന് പോകുന്നത്. അപ്പോൾ അത് വിസിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളൊരു ഡേ ട്രിപ്പ് എടുത്തത് അവിടുന്ന്. ഇപ്പോൾ സമയം 7 മണി. നമ്മളെ ബസ് 7:45 8 മണിക്കാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റോപ്പിലേക്ക് നടന്നു പോകണം. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റാണ് ഇവിടുന്ന് കാണിക്കുന്നത് നമ്മളെ ഹോട്ടലിൽ നിന്നും. അപ്പോൾ ഇനി നേരെ അവിടെ പോവാം. നമ്മളെ ഓക്കെ അല്ലേ? ഓ, അപ്പോൾ ഇതൊരു ഡേ ട്രിപ്പാണ്. നമ്മളിപ്പോൾ രാവിലെ 8 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് 8 മണിക്കേക്ക് നമ്മൾ തിരിച്ചെത്തൽ. അതായത് സ്കോട്ട്ലാൻഡിലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഹലോ ഷർട്ട്. അപ്പം അതൊരു ഹൈലൻഡ് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹൈലൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഒരു മൗണ്ടൻ ഏരിയ ഒക്കെ, മൗണ്ടൻസ് ലേക്സ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോവാം. അവിടെയുള്ള മെയിനായിട്ടുള്ള 1-2 സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാം. അതാണ് ഇന്നത്തെ നമ്മുടെ ഈ ട്രിപ്പ്. നമ്മളെ UK ട്രിപ്പിൽ നമ്മൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാം ഇഷ്ടപ്പെടുന്ന ട്രിപ്പായിരിക്കുന്നത്. കാരണം ഇതുവരെ സിറ്റി ആയിരുന്നു. സിറ്റിയിൽ നിന്നൊക്കെ ഒരു മാറിയിട്ട് നല്ലൊരു ഗ്രീനറി ഒരു ഭാഗത്തേക്കൊക്കെ ഉള്ള ഒരു ട്രിപ്പായിരിക്കുന്നു അല്ലേ. ഓ, ബസ് അതാണോ സംശയമുണ്ട്. അവിടെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മൾ പറയുന്ന ലൊക്കേഷൻ ഏകദേശം എത്താനായി. ഇതാണ് അവർ പറഞ്ഞ ഹോവീസ് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ വാട്ടർലൂ. ഇതാണോ ഇനി? ഇവിടെ 3-4 വണ്ടികളുണ്ട്. ഇനി അവിടെ ഒരു ബസ്സും കാണുന്നുണ്ട്. നമ്മൾ കറക്റ്റ് 8 മണി നമ്മളെ വാനോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഹോട്ടലിന് നേരെ മുമ്പിൽ തന്നെ നമ്മളെ വാന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താ കിട്ടിയത്? ഇവിടെ കയറിയ പോലെ നമുക്കൊരു വേഫേഴ്സ് തന്നവർ കേട്ടോ, കാരമൽ വേഫേഴ്സ്. ഇതാണ് ഹോവീസ്. ഈ ഹോട്ടലിന് നേരെ മുമ്പിൽ നിന്നാണ് നമ്മളപ്പോൾ യാത്ര നമ്മൾ തുടങ്ങാൻ പോകുന്നത്. That's affectionately known by the locals as the Gothic Rocket. And Walter Scott is, or was, one of our more renowned Elizabethan-styled building. And it started life as a hospital for the underprivileged. നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായിട്ടുള്ളൂ. എവിടേക്ക് വറക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ, അതായത് കാലണ്ടർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ കറക്റ്റ് ഒരു 1 hour ഇവിടെ പാർക്ക് ചെയ്ത് നമുക്കൊരു 1/2 hour ബ്രേക്ക് എന്നാണ്. ഇവിടുന്ന് ഈ ഒരു ചെറിയൊരു ടൗണിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കറങ്ങാം, ഒന്ന് ടീ കോഫി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഇവിടെ കാണാം ഒരുപാട് കോഫി ഷോപ്സ്. നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് കയറാം, നമുക്ക് ഫ്രഷ് ആയാൽ തിരിച്ചു വരാം. ബ്രെഡിന് വേണ്ടിയിട്ടുള്ള ലൈനാണിത്. ഇത് കോഫി ഷോപ്പാണോ? ഇവിടെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അതായത് ഇപ്പോൾ 9:30 മണിയായിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഷോപ്സൊക്കെ ഓപ്പൺ ആവുന്നേ ഉള്ളൂ.
ഇവിടെ ഒരു വലിയ ചേർച്ച് കാണാം. കാലണ്ടർ ഗിഫ്റ്റ്. ഇതാണ് കാലണ്ടർ, ഒരു കുഞ്ഞു ടൗണ്. പക്ഷെ എന്താണെന്നറിയോ, നമുക്ക് വരുക സമയമൊന്നുമില്ല. ഈ ടൗണ് കാണാനുള്ള ടൈമൊന്നുമില്ല. അന്ന് പുറത്തിറങ്ങുക, ഒരു കോഫി കുടിക്കുക, ഒന്ന് ഫ്രഷ് ആവുക, തിരിച്ചു പോവുക, അത്രേ ഉള്ളൂ. അവിടെ നമുക്കൊരു ബേക്കറി കിട്ടി. അവിടുന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി. അപ്പോൾ തന്നെ സമയം 9:45. നമുക്കൊന്ന് ഇനിയിപ്പോൾ അവിടെ നിന്ന് വാഷ്റൂമൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ഇനിയിപ്പോൾ തിരിച്ച് വണ്ടിയിൽ കയറാൻ. നമ്മൾ ആ കാലണ്ടറിൽ നിന്നുള്ള ടൗണിൽ നിന്നൊക്കെ നമ്മളെ വിട്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്തു. Built by a chap called Sir Robert McAlpin. And it stretches from the north of Glasgow all the way to Fort William. നമ്മളിവിടെ ഇപ്പോൾ ഒരു ആദ്യത്തെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ കംപ്ലീറ്റ് ആളുകൾ വരുന്ന ഈ ബൈക്കിൽ, മോട്ടോർ ബൈക്കിൽ വരുന്ന ഒരു മെയിൻ പോയിന്റാണ് തോന്നുന്നു. ഇവിടെ ഒരു ലേക്ക് കാണാം, അതിൻ്റെ ബാക്കിൽ മൗണ്ടൈൻസ് കാണാം നമുക്ക് അവിടെ, പിന്നെ സ്നോ മൗണ്ടൈൻസ്. ജസ്റ്റ് ഒരു പോയിന്റ്, അതായത് നല്ലൊരു ഫോട്ടോ വീഡിയോ എടുക്കാനുള്ള ഒരു പോയിന്റ്. അല്ലേ, അങ്ങനെ നല്ല തണുപ്പുണ്ട് ഇവിടെ. കാരണം ഇവിടെയൊക്കെ സ്നോ കാണാം നമുക്ക്, സ്നോ മൗണ്ടൈൻ കാര്യങ്ങൾ ഇവിടെ കാണാൻ. കണ്ടോ, ബസ്സിൽ, വാനിൽ, പിന്നെ മോട്ടോർ ബൈക്കിലൊക്കെ വന്നിട്ടുള്ള ടീംസിനെ കാണാം. നമ്മൾ വന്ന കാറ് ഡിസ്കവർ സ്കോട്ട്ലാൻഡ് ടൂർസ്. ഇപ്പോൾ 12 മണി കറക്റ്റ്. നമ്മളിവിടെ ലഞ്ച് ബ്രേക്ക് എടുത്തതാണ്. ഇവിടെ കാണാം ഒരുപാട് വണ്ടികൾ കാണാം പാർക്ക് ചെയ്തത്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഗ്ലെൻകോ എന്ന് പറയുന്നൊരു ഏരിയയിലാണ്. അവിടെ ഇപ്പോൾ 12 മണിക്ക് നമുക്കിപ്പോൾ ഒരു ലഞ്ച് ബ്രേക്ക് തന്നതാണ്. നമുക്കൊരു 1 hour ലഞ്ച് ബ്രേക്കാണ്. ഇവിടെ കാണാൻ റെസ്റ്റോറൻറ്റ്, വാഷ്റൂം, ഒരുപാട് ആളുകൾ ഇവിടെ വരാം, ഇവിടെ റിഫ്രഷ് ആവാം. റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഇതൊരു കാടിൻ്റെ അകത്തുള്ള ഒരു ഏരിയ പോലെ ഉണ്ട് കേട്ടോ. കണ്ടിട്ട് കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ്. അതിൻ്റെ സൈഡിലൊക്കെ കണ്ടില്ലേ, ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, കഫേസ് ഉണ്ട്. ആദ്യം നമുക്കൊന്ന് വാഷ്റൂമിൽ പോകുന്നു. നമ്മളെ ഫുഡ് വന്ന് ഇവിടെ നല്ലൊരു അടിപൊളി സ്ഥലത്തല്ലോ, നമ്മളെ ലഞ്ച് ബ്രേക്കിന് വേണ്ടി നിർത്തിയൊരു കാടിൻ്റെ നടുവിലുള്ളൊരു ഏരിയ പോലെ. അവിടെ റെസ്റ്റോറൻറ്റ്, നമുക്ക് ഒന്ന് ഫ്രഷ് ആവാം, പിന്നെ വാഷ്റൂം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ സറൗണ്ടിങ്സ് കണ്ടില്ലേ, അടിപൊളി. ഇഷ്ടവും ഗ്ലെൻകോ, ഇതാണ് ഗ്ലെൻകോ എന്ന് പറയുന്ന സ്ഥലം. നമ്മളെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇപ്പം സമയം 1:15. നമ്മൾ യാത്ര തുടങ്ങി. നേരെ ഗ്ലാൻഫിനാണ്. As you come west over the bleak
desolation of Arach Moor, a great chasm drops down between the mountains. This is Glen Cole, leading out to the west coast. He came into the glen seeking shelter for his regiment. This was not unusual. The weather was closing in, and Highland custom stipulated that anyone seeking shelter at your door in the harsh conditions of the north. As long as this sword remains untouched by human hand, no man from this glen will die by the sword. ഇനി 14 കിലോമീറ്ററാണ് ഗ്ലെൻഫിനാനിലേക്ക് കാണിക്കുന്നത്. 2 മണിയാവാനായി. നല്ല ഉറക്ക്. സോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഗ്ലെൻഫിനാൻ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അതായത് ഹാരി പോട്ടറില്ലേ, ഹാരി പോട്ടറിലുള്ള ഒരു ലൊക്കേഷനാണ് ഗ്ലെൻഫിനാൻ. വയഡക്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട്, സ്റ്റീം എഞ്ചിന് പോകുന്നത്. അത് കാണാൻ നമുക്ക് ഇവിടുന്ന് ലോങ്ങിൽ പോവാം. പക്ഷേ നമുക്ക് ആ സ്റ്റീം എഞ്ചിന് കാണാൻ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടാവില്ല, കാരണം അപ്പോൾ അതില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും നമുക്ക് ഇവിടുന്ന് കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് കറക്റ്റായിട്ട് കാണാം ആ ബ്രിഡ്ജൊക്കെ. നമുക്കിവിടെ കാണാം, കണ്ടോ ആ ബ്രിഡ്ജ് കണ്ടില്ലേ, ഗ്ലെൻഫിനാൻ വയഡക്റ്റ്. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പോവാം. മുകളിൽ നിന്നാണ് കറക്റ്റും വ്യൂ ഉണ്ടാവുക. ഇവിടെ നമുക്ക് ഇപ്പോൾ സമയം 2:20, 3:30 മണി വരെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 3:30 മണിക്ക് തിരിച്ച് നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക് തന്നെ വരാം. നമുക്കിവിടെ ഹൈക്ക് ചെയ്തിട്ട് അതിൻ്റെ ബ്രിഡ്ജ് കാണാം, അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് നടന്ന ആ ബ്രിഡ്ജിൻ്റെ താഴെ തന്നെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ കുറച്ച് മുകളിൽ നിന്നായിരിക്കും നല്ല വ്യൂ ഉണ്ടാവില്ല. ഒന്ന് മുകളിൽ പോയൊക്കെ ഏതായാലും ഇതോ ഗ്ലെൻഫിനാൻ വ്യൂ പോയിന്റ് ഫോർ ദ മോണുമെന്റ് ആൻഡ് വയഡക്റ്റ്. കുറേ ആളുകൾ കയറിപ്പോകുന്നുണ്ട്. സ്റ്റീം എഞ്ചിൻ ഉണ്ടാവോ ആവോ. കുറച്ച് ഹൈക്ക് ചെയ്യാണ്ട് കേട്ടോ. നമുക്ക് മുകളിലേക്ക് ഹൈക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള വ്യൂ അവിടെ നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ആളുകളിങ്ങനെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. എന്താണ് ബുദ്ധിമുട്ടുണ്ടോ കയറാൻ? ഓ ഇതൊക്കെ ചെറുതല്ലേ. നല്ല വ്യൂ അല്ലേ ഇവിടുന്ന് അങ്ങോട്ടേക്ക്. അടിപൊളി വ്യൂ ആ. ഇത് കാണിച്ചേ അതാ അല്ല, അത് ഒരു ഭാഗത്ത് ഗ്ലെൻഫിനാൻ വയഡക്റ്റ് ആണെങ്കിൽ മറ്റേ ഭാഗത്ത് നമുക്ക് കാണാം ഇവിടെ മറ്റൊരു അടിപൊളി വ്യൂ ഉള്ള ഒരു ഏരിയ. അവിടെ ഒരു മോണുമെൻ്റ്, എന്തോ ഒരു ചെറിയൊരു ടവർ പോലെയൊക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. പക്ഷെ അതിൻ്റെ മുകളിൽ ട്രെയിനും കൂടി വന്നാൽ മാത്രമേ ശരിക്കും ഉഷാറാവുള്ളൂ കേട്ടോ. ആ ഒരു ഭംഗി ശരിക്കും അതിന് വരുള്ളൂ. അങ്ങനെ ആ സ്റ്റീം എഞ്ചിൻ ഇങ്ങനെ ആ പുകയൊക്കെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, ആ ഹാരി പോട്ടർ മൂവിയിലുണ്ടല്ലോ ആ സീന്, എന്നാൽ മാത്രം ആ ഗ്ലെൻഫിനാൻ ആ വയഡക്റ്റ് ശരിക്കും കാണാനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവുള്ളൂ. നമുക്ക് വേണമെങ്കിൽ താഴേക്ക് പോകാം. അവിടെ കാണാം, താഴേൽ കണ്ടോ ഒരു വഴി, അതിൻ്റെ അടി, ആ ബ്രിഡ്ജിൻ്റെ അടിയിലേക്കുള്ളൊരു വഴി ഉണ്ട്. വേണം അങ്ങോട്ടേക്ക് പോവാം. അവിടുന്ന് നമുക്ക് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ അങ്ങോട്ട് പോയാലോ, നമുക്ക് താഴേക്ക് പോവാം. നമ്മൾ അതിൻ്റെ മുകളിലായിരുന്നു. അവിടുന്ന് താഴെ ഇറങ്ങിയിട്ട് ഇതാ ഈ വഴിയിൽ ഇങ്ങനെ പോയിട്ട് ആ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോകാം. ധാരാമലെ മുപ്പര് അതിലുള്ള ആരാണോ? അതുപോലെ ഉണ്ടല്ലോ അല്ലേ. കുറച്ച് നടക്കാണ്ടിട്ട് അതിൻ്റെ അടുത്തേക്ക് നമ്മൾ ദൂരത്തൊന്നും കാണുമ്പോൾ
അത്ര കുറച്ചുള്ളൂ എന്നാ വിചാരിച്ചത്. എനിക്ക് തോന്നുന്ന വിൻ്റർ കഴിഞ്ഞൊണ്ടായിരിക്കണം. അതിൻ്റെ ബാക്കിലൊക്കെ കണ്ടില്ല, ഭയങ്കര ഡ്രൈ ആയി കിടക്കണം. മൗണ്ടൈൻസിലൊക്കെ അങ്ങനെ ഡ്രൈ, അതുപോലെ മരങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ അതിൻ്റെ കൊമ്പ് മാത്രമേ. അതിൻ്റെ മുകളിലൊക്കെ ആളുണ്ട് കേട്ടോ, ഉണ്ടോ? അവിടെ ഇങ്ങനെ ആളിരിക്കുന്ന കാണാം. അവിടെ ആ ഒരു പാറക്കല്ലിൻ്റെ മുകളിലേക്ക് തോന്നുന്നത് അവരിഞ്ഞിപ്പോൾ ട്രെയിന് വരുന്നുണ്ട് എന്നിട്ട് വിചാരിച്ചിട്ട് ഇരിക്കുകയാണോ, അതിനെ വെയിറ്റ് ചെയ്യുകയാണോ? എന്തായാലും അങ്ങനെ ട്രെയിന് വരുന്നുണ്ടെങ്കിൽ ആ ഇരുത്തം എന്തായാലും ഒരു ഓർത്ത് തന്നെ ആയിരിക്കും. നമ്മൾ അതിൻ്റെ അടുത്തെത്തി. പക്ഷേ ദൂരത്തുനിന്ന് കാണുമ്പോൾ തന്നെ ആയിരിക്കും ഒന്ന് കൂടുതൽ ഭംഗി കേട്ടോ. ആ ട്രെയിന് പോകുമ്പോൾ എന്താ സൈഡിൽ കൂടെ ഒക്കെ ആളിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ അവിടെയൊക്കെ പോകുന്നുണ്ട്. സ്റ്റേഷൻ മ്യൂസിയമാണ് അവിടെ. എനിക്ക് തോന്നുന്നത് ആ പാറിൻ്റെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും ആ ട്രെയിന് വരാണെങ്കിൽ. മുകളിലിങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്, അവർ വെയിറ്റ് ചെയ്യാണ് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിന് വരുന്നത് കാണാനും വേണ്ടിയിട്ട്. ഇവിടെ ഇരുന്ന ആളുകളെല്ലാം ഇറങ്ങി പോയിട്ടോ. എനിക്ക് തോന്നുന്നു അവർ കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ. അല്ല, ഞാൻ അതിൻ്റെ മുകളിലെ ആളുകൾ കുറേ ഇരിക്കുന്നുണ്ട്. അവരെല്ലാം ട്രെയിനിന് വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മളിതാ ഇവിടെ ഈ ഒരു പാറൻ്റെ ഭാഗത്ത് കയറിയപ്പോൾ ശരിക്കും നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെയാണ് ശരിക്കും നിൽക്കേണ്ടത്. നമ്മൾ ആദ്യം നിന്ന സ്ഥലത്തല്ല. അവിടെ സ്റ്റീം എഞ്ചിന് വരാണെങ്കിൽ നല്ല അടിപൊളി നല്ല വ്യൂ ആയിരിക്കും. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ആ പുകയൊക്കെ വരുന്ന ഇങ്ങനെ കാണായിരുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസിൽ കണ്ടിട്ടില്ലേ. അപ്പോൾ അതാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നവരൊക്കെ ഒരു മണിക്കൂറിൽ കൂടുതലായി തോന്നുന്നു. പക്ഷേ ട്രെയിന് വരുന്നൊന്നും കാണുന്നില്ല. ഇപ്പോൾ സമയമാണെങ്കിൽ 3:15. നമ്മൾ ഗ്ലാൻഫിനാൻ്റെ അവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ വേറെ സ്ഥലത്തേക്ക് പോകാം. ഇപ്പോൾ സമയം 3:45. അവിടെ നമുക്ക് ശരിക്കും കുറച്ച് ടൈം കൂടി കിട്ടേണ്ടി വരും കേട്ടോ. ഒരു 1 hour കൂടി കിട്ടേണ്ടി വരുന്നു. നമ്മൾ രണ്ടാമത് പോയ ഒരു ഉണ്ടല്ലോ ആ പാറൻ്റെ മുകളിൽ, ശരിക്കും അവിടെ നിന്നാണ് ശരിക്കും നല്ല വ്യൂ ഉള്ളത്. ആ ഗ്ലാൻഫിനാൻ വാഡക്റ്റിൻ്റെ വണ്ടിയിൽ ആളൊക്കെ ഉറങ്ങിപ്പോയി. നമ്മളിപ്പം ആ ഗ്ലാൻഫിനാൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ വേറൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടെ 3 സോൾജേഴ്സിൻ്റെ സ്റ്റാച്യൂസൊക്കെ കാണാം. ഇവിടെയൊക്കെ ഇങ്ങനെ ഫ്ലവേഴ്സ് റീത്തൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഗ്ലാൻഫിനാൻ്റെ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഇതാ ഇവിടെ അവർ ഇത് കാണിക്കാനും വേണ്ടിയിട്ട് നമ്മളവിടെ നിർത്തി. ഇവിടെ ഒരു 10 മിനിറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, നല്ല അടിപൊളി വ്യൂ കേട്ടോ. അവിടെ സ്നോ മൗണ്ടൈൻസ്. അപ്പം നമ്മളങ്ങനെ ഹൈലൻഡ് ഏരിയയിൽ നിന്നും എക്സിറ്റ് അടിക്കുകയാണ് ഗൈസ്. ഇപ്പം 6:30 മണിയായി. നമ്മളിപ്പം ഒന്ന് ഫ്രഷ് ആവാനും വേണ്ടിയിട്ട് ഒരു കോഫി ഷോപ്പിൽ നിർത്തി ഒന്ന് ഫ്രഷായി ടീ ബ്രേക്ക് ചെയ്യുന്നതൊക്കെ കഴിഞ്ഞ് ഇപ്പം നേരെ എഡിൻബറ. ഗൈസ്, നമ്മൾ രാവിലെ എവിടെ നിന്നാണോ നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ ഇതാ നമ്മളെ ട്രിപ്പ് അവസാനിച്ചു. ഇപ്പോൾ കറക്റ്റ് 8:15. ഒരു 12 മണിക്കൂറത്തെ ട്രിപ്പാണിത്. അതായത് സ്കോട്ടിഷ് ഹൈലൻഡ് ഏരിയയിലേക്കുള്ള ട്രിപ്പാണ്.
ഗ്ലെൻകോ, ടെൻഫിനാൻ എന്നൊക്കെ പറയുന്ന ഏരിയയിലേക്കുള്ള ട്രിപ്പ്. ഒരു 12 മണിക്കൂറത്തെ ട്രിപ്പായിരുന്നു. നല്ല അടിപൊളി കേട്ടോ, നല്ല അടിപൊളി. ഒരു എന്താ പറയുക, നമ്മളെ UK ഒരു സ്വിറ്റ്സർലാൻഡിൻ്റെ ഭാഗത്തേക്ക് പോയ പോലാണ് ശരിക്കും നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമ്മളങ്ങനെ നേരെ ഇനി ലണ്ടനല്ലേ, നാളെ നമ്മൾ ലണ്ടനിലേക്ക്. ഓക്കെ, അപ്പം അതുവരെ ടേക്ക് കെയർ, ബൈ.